പഠനങ്ങൾ പറയുന്നത് 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജൻ ലെവൽ വർഷം തോറും 1% കുറയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്റെ റിപ്പറേറ്റീവ് പവർ, ഇതൊക്കെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 30 വയസ്സിന് ശേഷം നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ചില ഹെൽത്ത് സപ്ലിമെന്റിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, എയ്സ്ട്ര ക്ലിനിക്, പെരിന്തൽമണ്ണ. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിരുന്ന സ്കിന്നിന്റെ ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ആളുകളൊക്കെ മുഖത്ത് ടാൽക്കൻ പൗഡർ ഇടുക എന്നുള്ളത്. പിന്നീട് കാലം മാറി, അവർക്ക് പുരോഗതി കൈവരിച്ചു. നമ്മുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായിട്ടും ആളുകൾക്ക് വന്ന പുരോഗതിയുടെ ഫലമായിട്ടൊക്കെ അവർ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എന്നിവയൊക്കെ മുഖത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രായം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കൊളാജിന്റെ ലെവൽ കുറയുന്നത് കൊണ്ടും നമ്മുടെ സ്കിന്നിന്റെ റിപ്പറേറ്റീവ് പവർ കുറയുന്നത് കൊണ്ടൊക്കെ അത് നമ്മളൊരു സിറം തേച്ചുകൊണ്ടോ ക്രീം തേച്ചുകൊണ്ടോ ഒന്നും ശരിയാക്കി എടുക്കാൻ കഴിയുന്നതല്ല. അതിന് തക്കതായ ചില ഹെൽത്ത് സപ്ലിമെന്റ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 6 തരം ഹെൽത്ത് സപ്ലിമെന്റിനെ പറ്റിയാണ്. ഒന്ന്, കൊളാജൻ പെപ്റ്റൈഡ്. കൊളാജൻ നമ്മുടെ സ്കിന്നിന്റെ ഫേംനെസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മോളിക്യൂളാണ്. സെക്കൻഡ് വൺ, വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഇന്ത്യൻ കൊളാജൻ ഉണ്ടാക്കാൻ സഹായിക്കും. തേർഡ് വൺ, സിങ്ക് ആൻഡ് ബയോട്ടിൻ. സിങ്ക് സ്കിന്നിന്റെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻറ്റും ബയോട്ടിൻ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും നെയിലിൻ്റെ ഒക്കെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ്. ഫോർത്ത് വൺ, വൈറ്റമിൻ ഡി എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനറലായിട്ടുള്ള ഹെൽത്തിന്, നമ്മൾ ബോണിൻ്റെ ഹെൽത്തിന്, അതേപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് വൺ, ഒമേഗ 3 ഫാറ്റി ആസിഡ്. നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ ഫോർമേഷൻ, അതായത് സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലാണ് ബാരിയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഫോർമേഷന്, അതിൻ്റെ റിപ്പയറിങ്ങിനൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ, മഗ്നീഷ്യമാണ്. ഇന്ന് വളരെ ട്രെൻഡിങ്ങും വൈറലും ആയിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളാണ് മഗ്നീഷ്യം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഗ്നീഷ്യം സ്ലീപ്പ് റെഗുലേഷന് വേണ്ടിയിട്ടും സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ടും സ്കിന്നിൽ തന്നെ റിപ്പയറേറ്റിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആക്നെ, റൊസേഷ്യ, എക്സിമ എന്നീ സ്കിൻ അസുഖങ്ങൾക്ക് മഗ്നീഷ്യം വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്തരം മോളിക്യൂൾസ് ഹെൽത്ത് സപ്ലിമെന്റിൽ കൂടെ മാത്രം കിട്ടും എന്നുള്ളതല്ല. പലതരം ഫുഡിലും ഇത്തരം മോളിക്യൂൾസ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കൊളാജൻ കിട്ടാൻ നമുക്ക് ഫിഷ് സഹായിക്കും. വൈറ്റമിൻ സി കിട്ടാൻ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ലെമൺസ്, നമ്മളെ ആംല, ഇതൊക്കെ സഹായിക്കും. തേർഡ് വൺ, ബയോട്ടിനൊക്കെ കിട്ടാൻ നമുക്ക് ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ പലതരം സീഡ്സും സഹായിക്കും. വൈറ്റമിൻ ഡി കിട്ടാൻ എഗ്, മീറ്റ്, മിൽക്ക്, ഡയറി പ്രോഡക്ട്സ് ഇതൊക്കെ സഹായിക്കുന്നതാണ്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഹെൽത്ത് സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റിനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല.